ഇന്നത്തെ വാർത്തകൾ സമർപ്പിക്കുന്നത് JK മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ചാവക്കാട്, തൃപ്രയാർ, കാട്ടൂർ. നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരണത്തിലും കൂട്ടായ സഹോദരന്മാരുടെ മൃതദേഹങ്ങൾ മണിക്കൂറുകൾക്കിടയിൽ കണ്ടെത്തി. സംസ്കാരവും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സുഹൃത്തുക്കളും ബന്ധുജനങ്ങളുമായി വൻ ജനാവലി സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാശിയേറിയ ജലോത്സവത്തിൽ TVC സാന്തോന്നി തുരുത്തിന്റെ സ്ഥാനീയൻ ജേതാക്കളായി. ജയിച്ചാലും കുന്നത്തുപറമ്പ് ജയിച്ചാലും ഇതിന്റെ സംഘാടകർക്കോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന കാളി ആളുകളോ എല്ലാവരും നിഷ്പക്ഷരാണ്. നടുറോഡിൽ സിനിമ സ്റ്റൈലിൽ ബസിനുള്ളിൽ നിന്ന് പണാപഹരണം. പ്രതിയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന. വാർത്തകൾ വിശദമായി. തൃപ്പയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസിനെ പിന്തുടർന്ന് കണ്ടക്ടറുടെ ബാഗ് തട്ടിപ്പറിക്കുകയും കയ്യിൽ വെച്ചിരുന്ന പണം കവരുകയും ചെയ്തു. തൃപ്പയാർ ചേർപ്പ് വഴി തൃശൂരിലേക്ക് പോകുന്ന ആരിഫ, അജീമ, ഷെഫീഖ് ബസിനെ പിന്തുടർന്ന് താന്യം റോഡ് പരിസരത്ത് വെച്ചാണ് ഇരുചക്രവാഹനത്തിലെത്തിയ രണ്ടുപേർ സിനിമ സ്റ്റൈലിൽ മോഷണം നടത്തിയത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘത്തിന്റെ പ്രധാനി താന്യം റോഡിൽ ആളെ ഇറക്കി മുന്നോട്ടെടുത്ത ബസിൽ ചാടിക്കയറുകയും കണ്ടക്ടറെ ആക്രമിച്ച് ബാഗും കയ്യിലെ കാശും പിടിച്ച് വലിക്കുകയുമായിരുന്നു. ഇത് തടഞ്ഞ ബസ് യാത്രികനും കണ്ടക്ടർക്കും മർദ്ദനമേറ്റെങ്കിലും ബാഗ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായി. ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. മർദ്ദനമേറ്റ ബസിലെ കണ്ടക്ടർ പഴുവിൽ ഗായത്രി റോഡ് സ്വദേശി പുലിക്കപ്പീടിക നവാസിനെ തൃപ്പയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പോയി അമ്മ ആശുപത്രിയായ കേസിനൊന്നും നിന്നില്ല, അവൻ പോയി. ബാക്കിയായിട്ട് അവൻ പ്രതികരിച്ചൊന്നുമില്ല, എല്ലാവരും നോക്കിയിരുന്നുള്ളത്. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ബാഗ് പിടിച്ച് വലിക്കുമ്പോൾ ഒരു യാത്രക്കാരൻ പ്രതികരിച്ചു. എന്നിട്ട് അവൻ പെരുങ്ങോട്ടര ഇറങ്ങിപ്പോയി. അവിടെയുള്ള ആൾക്കാർ അവരറിയുന്നു പറഞ്ഞു. അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ അന്തിക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു കേസാക്കിയിട്ട്. അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവരറിയുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ തീരുമാനം ഒന്നും ആയിട്ടില്ല. ഡീസൽ ബില്ലുണ്ടായിരുന്നു, ഇന്നലത്തെ ഡീസൽ ബില്ല് ബാക്കിണ്ടായിരുന്നു. പറഞ്ഞു കൈൻ്റെ അടിയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ തൃപ്പയാന്നുണ്ട് ആളെ കയറി കാശുണ്ടായിരുന്നു. 86ാമത് ഗുരുദേവ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ഉപവാസ യജ്ഞവും തുടർന്ന് 2:30 ഗുരുദേവ റിക്ഷാവണ്ടിയുമായി ശാന്തിയാത്ര ഉപവാസ യജ്ഞവും സമാപനം, സമൂഹ സദ്യ എന്നിവയും ഉണ്ടാകും. ആശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് സജിത് പാണ്ടാരിക്കൽ, ക്ഷേത്രം മേൽശാന്തി PC ദാമോദരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പെരുങ്ങോട്ടുകര SNDP യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ വെച്ച് രാവിലെ 9:30 ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും ആരംഭിക്കും. തുടർന്ന് രാവിലെ 10:30 പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലേക്ക് ശാന്തിയാത്ര നടത്തും. തുടർന്ന് പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സുകുമാരൻ അധ്യക്ഷനാകും. ശ്രീനാരായണ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ഗുരുധർമ്മ പ്രഭാഷണം നടത്തും. പ്രൊഫസർ ഉഷ ബാലകൃഷ്ണൻ, പെരിഞ്ഞനം വിനോദ് മാസ്റ്റർ എന്നിവർ ആത്മീയ പ്രഭാഷണവും നടത്തും. യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ബോർഡ് അംഗങ്ങൾ, യൂണിയൻ കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. പഴുവിൽ വെസ്റ്റ് ശാഖയുടെ നേതൃത്വത്തിൽ പഴുവിൽ വെസ്റ്റ് യോഗ സെന്ററിൽ നിന്ന് രാവിലെ 10 നടക്കുന്ന ഗുരുദേവ സന്ദേശ പ്രചരണ ജാഥയ്ക്ക് പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പഴുവിൽ JP സംഗമം ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഗുരുപദം, കരുമാത്ര വിജയൻ തന്ത്രികൾ മുഖ്യ പ്രഭാഷണം നടത്തും. ചാഴൂർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സർവൈശ്വര്യ പൂജ, സമൂഹ പ്രാർത്ഥന, സമൂഹ സദ്യ എന്നിവ നടത്തും. ആലപ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ SNB സമാജവുമായി ചേർന്ന് സമാജത്തിൽ വെച്ച് രാവിലെ 8:30 പതാക ഉയർത്തൽ, 9 ഗുരുപൂജ, ഭക്തി പ്രഭാഷണം, തുടർന്ന് യുഗപുരുഷൻ എന്ന സിനിമയും പ്രദർശിപ്പിക്കും. പ്രസാദ വിതരണവും ഉണ്ടാകും. പുറത്തൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പുറത്തൂർ മരണാന്തര സഹായ സമിതി ഓഫീസിൽ വെച്ച് പ്രാർത്ഥനാ യോഗം ചേരും. സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസാദ കഞ്ഞി വിതരണവും ഉണ്ടാകും.
പുള്ള് SNDP ശാഖയുടെ നേതൃത്വത്തിൽ പുള്ള് ആശ്വാസ കേന്ദ്രത്തിൽ വെച്ച് സർവൈശ്വര്യ പൂജ, വിളക്ക് പൂജ എന്നിവയ്ക്ക് ശേഷം പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദയുടെ പ്രഭാഷണം, സമൂഹ സദ്യയും ഉണ്ടാകും. എയർബോട്ട് മറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച ഏങ്ങണ്ടിയൂർ വേട്ടയ്ക്കുരുമകൻ കടവിൽ നിന്നും ജലോത്സവം കാണാൻ പുറപ്പെട്ടു മറിഞ്ഞ ബോട്ടിലെ യാത്രക്കാരായിരുന്ന ഏങ്ങണ്ടിയൂർ മേലേടത്ത് കുമാരൻ മകൻ മോഹനൻ, മേലേടത്ത് ശങ്കരൻ മകൻ നരേന്ദ്രനാഥൻ എന്നിവരുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കുമായി വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തിരച്ചിൽ നിർത്തിയതിനു ശേഷം ചേറ്റുവ പാലത്തിന് സമീപം ഊന്നുവല എടുക്കുന്നതിന് ശേഷമാണ് രാത്രി 9ഓടെ നരേന്ദ്രബാബുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പരിസരത്ത് തന്നെ രാത്രി 12 മണിയോടെ മോഹനന്റെ മൃതദേഹവും കണ്ടെത്തി. ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പിന്നീട് വലപ്പാട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എത്തിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങളും ബന്ധുക്കളും അടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കുമായി മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാലോണ നാളിൽ സംഘടിപ്പിച്ച ജലോത്സവത്തിൽ ABC ഗ്രൂപ്പുകളിലായി ഇരുട്ടുകുത്തി, ചുരുളൻ, ഓടിവള്ളങ്ങൾ എന്നിവയിലായി 18ഓളം വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. എന്റെ ശത്രു പിന്നിലാണോ മുൻപിലാണോ ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. തല നിവർത്തി നോക്കണമെങ്കിൽ ഞാൻ BAത്തിന്റെ ആ കൊടികളിൽ തൊട്ടതിന് ശേഷം മാത്രമേ ആകൂ എന്ന് പറഞ്ഞുകൊണ്ട് കടപ്പങ്കായക്കാരൻ അങ്ങനെ തലങ്ങും വിലങ്ങും മാറ്റി മാറ്റി ആ പങ്കായ വരഞ്ഞുകൊണ്ട് വലിച്ചു പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ മനോഹരമായി വലിച്ചു മുന്നേറി. ഹനുമാൻ നമ്പർ 1, ഹനുമാൻ നമ്പർ 1 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ പിന്നാലെ വരുന്നു. അവർക്ക് പറ്റിയ അബദ്ധം എവിടെയോ വെച്ച് ആ വണ്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു താളപ്പിശക് വന്നതുകൊണ്ടാണ് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ അല്പം പിൻവാങ്ങിയ ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. 1ാം ട്രാക്കിലൂടെ ശ്രീകുറുകൾ വലിക്കുന്നു, 2ാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഇഞ്ചിൻ ചായി പടവരുതി എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയായ മത്സരം. ഈ മത്സരത്തെ നമ്മൾ ആവേശം കൊണ്ട് മുഖരിതമാക്കിയാൽ നമുക്ക് നല്ലൊരു മത്സരം കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ജഡ്ജസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ വാശിയില്ല. ജഡ്ജസ് മധ്യ കേരള മോട്ടോഴ്സിന്റെ പ്രവർത്തകരുണ്ട്, ജോസ് താണിയത്തുണ്ട്. ഇവരൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ മാത്രമേ ഇതിന്റെ മത്സര പ്രവചനം നടത്താൻ കഴിയൂ. വളരെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ഈ മത്സരം ഫിനിഷ് ചെയ്യുന്നത്. ശ്രീമുരുകനാണോ ശ്രീമുരുകനാണോ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ ഏത് വഴിയാണ് മുന്നേറുന്നത് അതിനുള്ള ഏതാനും അരവള്ളപ്പാട് മാത്രമുള്ളപ്പോഴുള്ള ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ 2 വഴിയെ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഫലം ബഹുമാനപ്പെട്ട ജഡ്ജസ് നമ്മളെ അറിയിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ജലോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പമ്പാ നദി ജലോത്സവം ഇന്ന് ലോകത്തെമ്പാടും ഉള്ള ജനങ്ങൾ കാണാൻ അവിടെ വരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലെ സംഘാടക സമിതി ചെയർമാൻ KV പീതാംബരൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ, PR സുശീല ടീച്ചർ, മഞ്ജുള അരുണൻ, KK ശ്രീനിവാസൻ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, AS ദിനകരൻ, PM അഹമ്മദ്, PR വർഗീസ് മാസ്റ്റർ, UK ഗോപാലൻ, CL ജോയ്, മായ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.